വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന രാഹുൽ ആകപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. കാരണം അതുപോലുള്ള കാര്യങ്ങളാണല്ലോ സരിയു പറഞ്ഞിട്ട് പോയത്. സ്വന്തം അച്ഛന തന്നെ കൊല്ലണം പോലും. എല്ലാത്തിനും കാരണക്കാരൻ ഇവൻ ഒറ്റ എടുത്തനാ മനോഹർ. സരിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ അടുത്തേക്ക് വന്നിട്ട് രാഹുൽ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ അല്ലേ? എന്റെ മോളെ എന്നെ തമ്മിൽ തെറ്റിച്ചപ്പം അതെ അമ്മായിച്ചനെ ചെയ്തത്തോളം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും കാലം സ്വന്തം മോളെന്നും പറഞ്ഞുകൊണ്ട് ആ പാവ സ്ത്രീയെ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ. എടാ നിന്നെ ഞാനെന്നുണ്ടല്ലോ എന്ത് ചെയ്യാൻ എന്റെ അമ്മായിച്ച. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും. അതുകൊണ്ട് എന്നെയും എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. കുറെ പണം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പണം തന്നെ എന്നെ ഒഴിവാക്കാൻ നോക്ക്. നമ്മൾ തമ്മിലുള്ള കരാർ അങ്ങോട്ട് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ അറിയാലോ, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇനിയിപ്പോ ഭ്രാന്ത് പിടിക്കാൻ പോകുന്ന അമ്മായിച്ചനല്ല, പകരം എന്റെ ഭാര്യ സരുവിന. കാരണം എന്താണെന്നറിയാവോ? ഞാൻ ആരാ എന്താന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സമനില തെറ്റിപ്പോവും. ഒരു പക്ഷേങ്കിലേ നിങ്ങളായിരിക്കും ആദ്യം അവള് വലിച്ചു കയറാൻ പോകുന്നേ. അവൾ ഇവിടെ സമനില തെറ്റി പോലെ ഭ്രാന്ത് പിടിച്ചാൽ ഓടിച്ചാടി നടക്കും. അത് കാണണ്ടോ? അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലത്. എന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും അവൾ ചിലപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അപ്പൊ അതിനേക്കാളും ഭേദം എന്നെ അങ്ങോട്ട് നേരത്തെ പറഞ്ഞു വിടുന്നല്ല നല്ലതെന്ന് ചോദിക്കണം. എടാന്നും പറഞ്ഞോട്ട് കഴുത്തിനും കൂടെ കയറി പിടിക്കുക മനോഹറിന്റെ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം, നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കണോ? നിന്നെ ഞാൻ കൊന്നു കളയുമെന്നും പറഞ്ഞു എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ നിന്നെ വെറുതെ വിടലെന്ന് പറയണം. ഈ സമയത്ത് മനോഹർ കിടന്ന് അയ്യോ ഓടിവായോ എന്നെ കൊല്ലുന്നതെന്ന് കിടന്ന് അലറുവാണ്. ഈ കാഴ്ച കണ്ടോണ്ട് സരയും ശാരിയും കൂടെ ഓടി വരുന്നേ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ കുത്തിന് കയറി പിടിച്ച് നിൽക്കുന്ന രാഹുലിനെ പെട്ടെന്ന് ശാരി സരയും വന്നിട്ട് അങ്ങോട്ട് മാറ്റി വിടും രാഹുലെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലോ, ഭ്രാന്ത് തന്നെയാണല്ലോ. സാരിയെ വന്നിട്ട് പറഞ്ഞു, അച്ഛനാണല്ലോ എന്ന് കരുതി ഇത്രയും കാലം ക്ഷമിച്ചു, ഇനി അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ദേ എന്റെ കയ്യിൽ നിന്ന് അച്ഛനെ മകളെ തല്ലിയെന്നുള്ള പേരുദോഷങ്ങളും എന്നെ കേൾപ്പിക്കില്ല. പറഞ്ഞു കേട്ടല്ലോ. ഈ സമയം എന്തേലും പറ്റിയോ മനുവേട്ടാന്നും പറഞ്ഞോണ്ട് സരിയു ദേഹത്തൊക്കെ തൊട്ട് നോക്കണേ. ഒന്നുമില്ല മോളെ, വയ്യാത്ത ആളല്ലേ, സുഖമില്ലാത്തല്ലേ, അതുകൊണ്ടുള്ള പ്രശ്നമാ. ദേ മനുവേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, അച്ഛനായാലും നാലിലൊന്നും സ്നേഹം പോലും മനുവേട്ടനോടില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഭ്രാന്തളകി മൂത്ത് നിൽക്കുമല്ലേ. എന്റെ അമ്മേ വല്ല ചെങ്ങലിക്കും കൊണ്ടേ ഇടാൻ നോക്ക്. അതാ ഇനി പറ്റിയത്. ഈ വീട്ടിലുണ്ടെങ്കിലേ നമുക്ക് മിക്കവാറും ആപത്തായിരിക്കും. ഇനി നമ്മളും കൂടെ ജീവനോടെ ഇരിക്കില്ല. അതുപോലത്തെ ഭ്രാന്തം പരിപാടി ഇരിക്കല്ലേ അച്ഛൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനുവേട്ടൻ വാ എന്നും പറഞ്ഞ് മനോഹറിനെ ചേർത്ത് നിർത്തിക്കൊണ്ടും കൂടെ പോവാണ്. കയറി പോകുന്ന വഴിക്ക് മനോഹർ തിരിഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട് രാഹുലിനെ. നിനക്കിട്ട് ഞാൻ പണി തന്നടാന്നുള്ള രീതിയിൽ. ഈ സമയം ശാരി പറഞ്ഞു, അത് മനുഷ്യ നിനക്ക് എന്തിന്റെ കേടാ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിങ്ങളെ കൊന്ന് ഞാൻ ജയിലിൽ പോകുന്നു പറയാം. ശരി, ഞാൻ പറയുന്നു കേൾക്ക്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു തെറ്റൊന്നും ചെയ്ത പുണ്യാളൻ നാളെ രൂപക്കൂടെ പറഞ്ഞ് ഞാൻ ഇരുത്തുന്നുണ്ട്. ദേ മനുഷ്യ, എന്റെ മരുമോനെ എന്തേലും പറഞ്ഞാണ്ടല്ലോ അവന്റെ നേർക്കിന് കൈ പൊക്കിയിട്ട് കൈ ഞാൻ തല്ലി ഓടിക്കും. ഇവിടെ നിങ്ങളെ പൂട്ടിയിടും ചങ്ങലയ്ക്ക്. നിങ്ങക്ക് ചെറിയ ഭ്രാന്തല്ല, നല്ല മുഴുത്ത ഭ്രാന്ത് തന്നെയാ. നിങ്ങക്ക് അസൂയ നിങ്ങൾക്ക് എല്ലാവരോടും. ഇപ്പം ഞാപ്പടെ സമനില തെറ്റിയിരിക്കുന്ന അവസ്ഥയാ. എന്റെ ഇനി മനസ്സിന്റെ കൺട്രോൾ നിങ്ങളായിട്ട് കളയല് എന്നും പറഞ്ഞിട്ട് ശാരിയും കൂടെ അകത്തേക്ക് കയറിപ്പോവാ. തകർന്നടിഞ്ഞ മനസ്സോടെ രാഹുൽ നിൽക്കുകയാണ്. രാഹുലിന് ഇത്രയും കാലം ചെയ്ത് കൂട്ടിയാനുള്ള ശിക്ഷകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയം കാർത്തിക പുറത്തേക്ക് പോകാൻ റെഡിയാകുക. അപ്പം ഓമന ചേച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല കാർത്തിമോളെ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ ഓമന ചേച്ചി, എനിക്ക് അവനെ കാണണം, ആ വിക്രത്തിനോ അവൻ ജയിലിലല്ലേ മോളെ നിൽക്കുക. ജയിലില്ലെങ്കിൽ ജയില്, അവിടെ പോയി കാണും. മോള് ജയിലിൽ പോകാൻ പോണം, അവനെ കാണണം. പക്ഷെ അതിനു മുമ്പ് പ്രകാശനില്ലേ, അവനെ എനിക്കൊന്ന് കാണണം എന്ന് പറയാം. അല്ല പ്രകാശനെ എന്തിനാ കാണുന്നത്? അവനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അവൻ എന്ത് കള്ളക്കഥയെ പറയുന്നതെന്ന് അറിയത്തില്ല മകനെ കുറിച്ച്. അതൊന്ന് കേൾക്കണ്ടേ? എന്നിട്ട് വേണം ഞാൻ ഇനി പരിപാടികളൊക്കെ നീക്കം ചെയ്തിട്ട് പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി വരുന്നുണ്ട് എന്റെ പ്ലാന്. അപ്പൊ അതിലേക്ക് അവനെ വലിച്ചു കൊണ്ടുവരണം. ഒരിക്കലും ഇനി രക്ഷപ്പെടാനാവാത്ത വിധം അവനതിനകത്ത് മുങ്ങിപ്പോണെന്ന് പറയാം. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം മോളെ. ദുഷ്ടക്കൂട്ടങ്ങളാണ്. എന്ത് ചെയ്യാനയച്ചി? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കാർത്തികയുടെ അടുത്തല്ലേ അവരുടെ കളി എന്ന് പറഞ്ഞിട്ട് കാർത്തിക റെഡിയായിട്ട് അങ്ങ് താഴേക്ക് എല്ലുവാണ്. അതെ നമുക്ക് പോയാലും നിൽക്കാം. പ്രകാശൻ ചോദിച്ചു, അല്ല എങ്ങോട്ടാ പോണ്ടേ? അല്ല ഞാൻ മുമ്പ് തൊട്ട് ചോദിക്കണം നിർത്താം പ്രകാശന്റെ മോനെ കുറിച്ച്. അല്ല പ്രകാശന്റെ മോനെ കുറിച്ച് ഇതിലായിട്ടും പ്രകാശനൊന്നും പറഞ്ഞിട്ടില്ലോ. ആകെയുള്ളൊരു ആശ്രയം മോനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണോ? അവൻ ജയിലില്ല എന്നുള്ള കാര്യം വേണ്ട. ഇപ്പൊ പറഞ്ഞാൽ അവൾക്ക് ഇനിയിപ്പോ എന്ത് തോന്നും? അല്ല അതൊക്കെ ഒരുപാടുണ്ട് മോളെ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അന്നൊരു കാര്യം ചെയ്യാം. പ്രകാശം കയറും, നമുക്ക് എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി എന്ന് പറയാം, ശാന്തതയുള്ള സ്ഥലത്ത്. അങ്ങനെയാണെങ്കിലാണ് കേൾക്കാനും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രകാശനും കാർത്തികയും കൂടെ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് പ്രകാശനോട് പറഞ്ഞാൽ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ അച്ഛന്. കാര്യം എന്താന്ന് പറയാം. അതെന്താ വെച്ചാൽ എൻ്റെ മോനെ കുറിച്ച് തന്നെയാ. അല്ല ഞാൻ ഇതിനായിട്ട് അധികം ഒന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അച്ഛനെതിരായിട്ട് മോനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല.
അല്ലാതെ പിന്നെ എന്ത് പറയാനാ മോളെ. എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രാജപ്രൗഢിയോട് കൂടി ജീവിക്കേണ്ടവനായിരുന്നു. എന്ത് ചെയ്യാനാ, അവൻ്റെ അവസ്ഥ ഇതായിപ്പോയി. അല്ല എന്ത് പറ്റി അവന്? എന്ത് ചെയ്യാനാ, ഒരു പെണ്ണിനെ പ്രണയിച്ചു. അവന് അബദ്ധവരും പറ്റി, അവൾ ഗർഭിണിയാവുകയും ചെയ്തു. പക്ഷേങ്കിൽ അവൾ ആ സമയം മാക്സിമം അങ്ങോട്ട് വിനിയോഗിച്ചു. അവസാനം ഗത്യന്തിരില്ലാതെ അവളുടെ കഴുത്തിൽ താലി ആർത്തേണ്ടി വന്നു. അങ്ങനെ അവർക്കൊരു കുഞ്ഞും പറഞ്ഞു. എന്നിട്ടോ എന്ത് ചെയ്യാനാ, കല്യാണത്തിന് ശേഷമാണെങ്കിൽ അവൾക്കാണ് പ്രേമരോഗമാണ്. കണ്ട ആണുങ്ങളെ എല്ലാം പ്രേമിക്കണം. അങ്ങനെ ഓരോരുത്തരെ വീട്ടിൽ വിളിച്ചു കയറ്റാൻ തുടങ്ങി. അവസാനം എൻ്റെ മകൻ എതിർത്തു. എൻ്റെ മകൻ എതിർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ്റെ ജീവൻ നശിച്ചു പോയി എന്ന് പറയാം. അയ്യോ കഷ്ടമായി പോയല്ലോ. പ്രകാശ, നീ ഒരു കള്ളത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയാം. എത്ര കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും ഈ കാർത്തികയുടെ അടുത്തൊന്നും വില പോവില്ല. ഇപ്പൊ ഞാൻ വിശ്വസിച്ചെന്ന് ഞാൻ കരുതും. എന്നിട്ടാണ് നിനക്കിട്ടുള്ള പണി ഞാൻ തരാൻ പോകുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചാ, എന്ത് ചെയ്യാനാ, അവൻ ഏതെങ്കിലും വിധത്തില് എങ്ങനെയാലും ജീവിച്ചു വരുമായിരുന്നു. വീണ്ടും അവളാണെങ്കിലോ വേറെ വിവാഹം കഴിച്ചു. എന്നിട്ട് എൻ്റെ മോനെ കള്ളക്കേസ് കുടുക്കിന്ന് പറയാം. എന്നിട്ടിപ്പൊ എന്തിയേ, മകൻ എന്തിയെന്ന് ചോദിക്കണം. അവനിപ്പം ജയിലില്ല. അയ്യോ ജയിലിലോ? അതെ, നാളെ അവൻ റിമാൻഡിൽ ഇറങ്ങുക. മോളെ, അവനെ ഇറക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവൻ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. നാളത്തോടുകൂടി എൻ്റെ ജീവൻ തീരുമെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിയെ ഭയങ്കര സങ്കടം അഭിനയിച്ചു പറഞ്ഞു. അയ്യോ അങ്ങനെയാണോ അച്ഛാ? അതെ, നമുക്ക് നോക്കാം. എൻ്റെ ഒരു വക്കീലുണ്ട്. ഞാൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയാം. വക്കീൽ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് പറയാം. ശരി മോൾ, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നന്ദിയൊന്നും വേണ്ട അച്ഛാ. ഞാൻ അച്ഛാന്നല്ലേ വിളിക്കുന്നത്. അപ്പം അച്ഛൻ്റെ മോന് എൻ്റെ ആങ്ങളയായിട്ട് വരുവല്ലേ, അപ്പം അവനെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ. അതുകൊണ്ട് നന്ദി വാക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയാം. പ്രകാശന് സന്തോഷമായി. പിന്നീട് പ്രകാശ് ചോദിച്ചു, അല്ല അമ്മ വന്നായിരുന്നോ മോളെ എന്ന് ചോദിക്കണം. അമ്മ വന്നില്ല, അമ്മയ്ക്ക് അവിടെ നല്ല തിരക്കുണ്ട്. ഈ പറഞ്ഞ പോലെ അമ്മയുടെ കാര്യം ഓർത്തുള്ള എനിക്ക് വല്ലാത്ത വിഷം വരും. അമ്മ തന്നെയല്ലേ ഉള്ളൂ. കാര്യം പറഞ്ഞാൽ എനിക്ക് 10-32 വയസ്സുണ്ട്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ അമ്മയ്ക്ക് 50 വയസ്സിൽ താഴെ ഉള്ളൂ. ചെറുതിലെ വിവാഹം കഴിച്ചോണ്ടേ. എന്നാലും അമ്മയുടെ കാര്യം സമ്മതിക്കണം കേട്ടോ. ഇത്രയും കാലം മോളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കി ഈ വിധത്തിലാക്കിയില്ലേ. ശരിയാ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്നൊക്കെ. ഇനിയെങ്കിലും അമ്മേനെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാം. കല്യാണം കഴിപ്പിക്കണം? അതെ. എന്താച്ചാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പിന്നെ നല്ലൊരു കാര്യമല്ലേന്ന് ചോദിക്കുക. അല്ല മോളുടെ അമ്മയുടെ പേരെന്താ പറഞ്ഞേ? ലക്ഷ്മി എന്ന്. ലക്ഷ്മി. അതെ, ലക്ഷ്മി എന്നല്ല, എൻ്റെ അമ്മ മഹാലക്ഷ്മി അച്ഛാന്ന് പറയാം. അച്ഛൻ്റെ പേരോ? അച്ഛൻ്റെ പേര് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനും പ്രകാശനും രണ്ടിനകത്തും പ്രേമുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഈ സമയം കാർത്തി പറയാ, അതേടാ നീ ഒരു പ്രേമനാണ്, എനിക്കറിയാം. പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാത്ത പ്രേമൻ. പക്ഷേങ്കില് ഏതെങ്കിലും ഇപ്പൊ 2 സ്ത്രീകളെയായി നീ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് ചതിച്ചിരിക്കുന്നത്. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. ഈ സമയം കാർത്തി പറഞ്ഞു, എനിക്ക് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മേനെ കൊണ്ടൊന്ന് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല മോൾ അതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അമ്മ ഇതിലായിട്ട് സമ്മതിച്ചിട്ടില്ലെന്ന് പറയാം. അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല മോൾ എത്രയും പെട്ടെന്ന് പറ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ശരിയാ, പക്ഷേങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മേനെ അച്ഛൻ കണ്ടിട്ടില്ലോ. ഒരു ദിവസം കാണിക്കാം. അതിനുശേഷം വേണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് പറയാം. ഈ സമയം പ്രകാശം മനസ്സിൽ കരുതി, ഇനിയിപ്പോൾ ഇവളുടെ അമ്മേനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാനാണോ? ഒരു പക്ഷെ അതായിരിക്കും ഇവളുടെ മനസ്സിലുള്ള കാര്യം. അങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടു. ആ ദീപയുടെ മുന്നിൽ ഒരു മുതലാളി ഭാര്യയൊക്കെ ആയിട്ട് ചെന്നിറങ്ങുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ പ്രകാശന് കുളിരുപോരി. ഇനിയാണ് അവൾക്കിട്ട് പണി കൊടുക്കാൻ പോകുന്നത്. പിന്നീട് പ്രകാശനോട് പറഞ്ഞു, അല്ല വിക്രത്തിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കണം. ഞാൻ എങ്ങനെ ഇത് മോളോട് പറയുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. മോൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞല്ലോ, സന്തോഷം എനിക്ക്. വാ മോളെ നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ പ്രകാശം പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഈ സമയം കാർത്തി പറഞ്ഞു, നിന്റെ മകനെ പുറത്തിറക്കിയാൽ മാത്രമേ എനിക്ക് ഇനി ഒരു സ്വസ്ഥത കിട്ടുകയുള്ളൂ. അവനെ പുറത്തിറക്കണം. അവനെ പുറത്തിറക്കിയിട്ട് വേണം അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട്. എത്രയും ദുഷ്ടത്തരം കാണിച്ച് അവനെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ ഞാൻ? ഒരിക്കലും ഇല്ലടാ. നീ കണ്ടോ പ്രകാശ ഞാൻ ആരാന്ന്? അങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് കാർത്തിയും കൂടെ കാരണത്തേക്ക് കയറുക. അങ്ങനെ അവർ നേരെ ജയിലിലേക്കാണ് പോകുന്നത്. ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രകാശൻ, എൻ്റെ മോൻ നല്ല തലയെടുപ്പോട് കൂടി ജീവിക്കേണ്ടവനാ. പക്ഷെ എന്ത് ചെയ്യാനാ, ജയിലിലായി പോയില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദുഷ്ടക്കൂട്ടങ്ങൾ ചെയ്തു വെച്ച പണിയാ. ഇനിയിപ്പോൾ അച്ഛൻ അതേക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ. ആ വിഷയമൊക്കെ വിട്ടായിരുന്നു. നമ്മൾ നാളെ തന്നെ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കും. ഈ സമയം വിക്രം അങ്ങോട്ട് വരുവാണ്. വിക്രത്തിനെ കണ്ടതും പ്രകാശൻ ഓടിച്ചിട്ട്, മോനെ നിനക്ക് സുഖമാണോടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഇത് കാർത്തിക മേഡം, ഞാനിപ്പോൾ ഇവരുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കാറിൻ്റെ ഡ്രൈവറാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, അമ്മ ഇവരുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നത്. നല്ല മാഡം എന്ന് പറയണം. ഇത് കേട്ടതും വിക്രം ഒന്ന് കാർത്തികനെ നോക്കി. പിന്നീട് പറഞ്ഞു, അതെ മോനെ നാളെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ഈ മാഡം സഹായിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ വക്കീലിനെ കൊണ്ടുവരും. മോൾ നാളെ ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമെന്ന് പറയാം. ഇത് കേട്ട് ഇപ്പം
കാർത്തിക പറഞ്ഞു ശരിയാ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാ. നല്ല തലയെടുപ്പാ, നല്ല പ്രൗഢിയുണ്ട്. ഈ സമയം മനസ്സിൽ പറയുന്നുണ്ട്, തലയെടുപ്പ് നിങ്ങളുടെ കണ്ണിന് തിമിരുമുണ്ട് പ്രകാശ. പക്ഷെ എനിക്കിപ്പോ അഭിനയിക്കേണ്ട സ്ഥലത്ത് എനിക്ക് അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ നല്ലവളായിട്ട് ഞാൻ ചമഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം നീയൊക്കെ ആ സത്യം അറിയുള്ളൂ. പിന്നെ വിക്രത്തിനോട് പറഞ്ഞു, കൊള്ളാം, കാണാനും സ്മാർട്ടാ, എന്നിട്ടും ആ പെങ്കൊച്ചെന്തിനാ ഇങ്ങനെ കള്ളക്കേസ് കുടിക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടാത്ത. ഇപ്പോഴത്തെ കാലമല്ലേ മാഡം, ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ദുഷ്ട കൂട്ടങ്ങളാ, വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. പാവ എന്റെ മോനെ ഇവിടെ കിടന്നിട്ട് കണ്ടോ, ഇവന്റെ അവസ്ഥ കണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയം കാർത്തി പറഞ്ഞാല് മുഖത്തൊക്കെ പാടുണ്ടല്ലോ, ഇവിടുത്തെ വേറെ സഹതടവുകാരടിച്ചോ അതോ പോലീസുകാരടിച്ചോ എന്ന് ചോദിക്കുക. അതെ, ഇനി ടെൻഷൻ അടിക്കുമെന്നും വേണ്ട കേട്ടോ, ഇനി ആരും അടിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ എടുത്ത് സൂപ്രണ്ടിനോട് പറഞ്ഞോളാം എന്ന് പറയാം. പ്രകാശിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ ഇന്ന് കണ്ടത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.